സോ ഹലോ ഗേൾസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. സോ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മൈൻക്രാഫ്റ്റ് വീഡിയോ ഉടനെ വരുമെന്ന്. സോ ഇത്രയും നാളായിട്ട് വീഡിയോ ഇല്ലാന്ന് പതിവായത് കൊണ്ടായിരുന്നു ഗൈസ്. സോ കണ്ടില്ലേ നമ്മുടെ സ്റ്റീവ് കുട്ടൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. സോ നമുക്കിനി നൈസായിട്ട് നമ്മുടെ പണി തുടങ്ങണം. പക്ഷെ അതിന് മുമ്പ് ഇതെങ്ങനെ പഴയ പോലെ ആക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ എന്തോത്തി പിടിച്ചപ്പോൾ ഇത് കിട്ടി, പക്ഷെ ഇത് പഴയ പോലെ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു മിനിറ്റ്. ഓക്കെ, നമ്മളിത് പഴയ പോലെ ആക്കിയിട്ടുണ്ട്. സോ ഞാൻ ഈ മൈൻക്രാഫ്റ്റിൻ്റെ കുറേ വീഡിയോ ഒക്കെ കണ്ടു. സോ അതിനകത്ത് അവർ പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു മൈൻക്രാഫ്റ്റ് വേൾഡ് ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മരം പോയി വെട്ടണം. സോ ഇവിടെ വേണ്ട ഒരു കാടുണ്ട്, ഇവിടെ പോയിട്ട് നോക്കാം മരം വെട്ടാം. അതിനീട് വലിയ മരം, എനിക്ക് വലിയ മരം മതി. ചെറിയ മരം കിട്ടിയിട്ട് വലിയ ഇതൊന്നും കിട്ടത്തില്ല. ഏതാൽക്കാലം ഇത് വെട്ടാം നമുക്ക്. വെട്ടിക്കോ. ഓ, കയ്യിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. കുറേ നാളായിട്ട് മൈൻക്രാഫ്റ്റ് ഒന്നും ഞാന് 5-ാമത്തെ കിട്ടി, 6-ാമത്തെ ലോകം കിട്ടി. ഓക്കെ, ഇനി എൻ്റെ ഈ താഴത്തെ ഒരു സംഭവം കണ്ടോ, 3 ഡോട്ട്, അവിടെ ക്ലിക്ക് കഴിയുമ്പോൾ ഇങ്ങനൊരു സാധനം വരും. സോ അതിന് നമുക്ക് ഓക്ക് പ്ലാങ്ക് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഈ തടിയെടുത്ത് ഇവിടെ ഇടുമ്പോൾ നമുക്ക് ഓക്ക് പ്ലാങ്ക് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. സോ ഈ ഓക്ക് പ്ലാങ്ക് നമുക്ക് എടുക്കണം. സോ ഈ ഓക്ക് പ്ലാങ്ക് എടുത്തിട്ട് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് എടുക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് ഇല്ല. ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഇതിനകത്തിലെ മെയിൻ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല. സോ ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്കെല്ലാം ടൂൾസും ഇനി ഉണ്ടാക്കണം. സോ തൽക്കാലം എവിടോട്ട് വെക്കാം, വല്ല സോംബിയും ക്രീപ്പറൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. സോ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? വുഡൻ പിക്കാക്സ് കിട്ടി, ഒരു സ്വാഡും കിട്ടി. നമുക്കിതൊരു വുഡൻ പിക്കാക്സും ഒരു സ്വാഡും കിട്ടി. ഇത്രയും മതി. തൽക്കാലം ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ അടുത്ത് ഇരിക്കട്ടെ. സോ ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ബാക്കി ടൂൾസും കൂടെ ഉണ്ടാക്കണം. അതിന് കുറച്ചുകൂടെ മരം വെട്ടണം. ഈ മരം ഒന്നും വേണ്ട, ഇല്ല. അതിനകത്ത് മറ്റേ അക്ടോബസ് ഉണ്ട്, ആ സാധനം ഇച്ചിരി ഡേഞ്ചറാണ്. ഇവിടെ സ്കെൽറ്റൺ ഉണ്ട്. ഇവിടെ വല്ലോ ആരോ അമ്പ് ഇടുന്ന ശബ്ദം കേൾക്കുന്നു. അതേമാതിരി പശുമാമ, ഈ പശുമാമയല്ല, ചെന്നായ. ഇതിനകത്ത് പട്ടിയൊക്കെ ഉണ്ട്. പട്ടി നമുക്ക് വേണമെങ്കിൽ എല്ലാം എടുത്ത് ഇതാക്കാൻ പറ്റും. ആക്ച്വലി വുഡിൻ്റെ ഇതൊക്കെ പെട്ടെന്ന് ഒടിയും. നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സ് ഒക്കെ ഉണ്ട്, അതാകുമ്പോൾ പെട്ടെന്ന് നിൽക്കും. പെട്ടെന്ന് നിൽക്കുന്നല്ല, കുറേ നാൾ നിൽക്കും, ലോങ് ലാസ്റ്റിംഗ് ആണ്. കാലം മരം വെട്ടിയിട്ട് ബാക്കി ടൂൾസും കൂടെ ഉണ്ടാക്കാം. നമുക്ക് ആദ്യമേ തന്നെ അങ്ങ് റിച്ച് ആവാം. നമുക്ക് ആദ്യമേ തന്നെ ഒരു റിച്ച് ആവാം. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് ഒരു ഹോയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്ലാങ്ക് കിട്ടി. പിന്നെ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഇപ്പോൾ ഉണ്ടാക്കി തരും. ഷവല് കിട്ടി. ഓൻ്റെ യൂസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ടൂൾസ് തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം ഇൻവെൻട്രിക്കകത്ത് കിട്ടും. സ്റ്റിക്കെല്ലാം ഇൻവെൻട്രിക്കകത്ത് കിട്ടെ. ഓ
ഗൈസ് നമ്മുടെ ടൂൾസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹോയിൻ്റെ യൂസ് വെയിറ്റ് എ മിനിറ്റ്, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഈ ഹോയിൻ്റെ യൂസ് എന്താണെന്ന്. ഓക്കെ ഗൈസ്, ഈ ഹോയിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് കിട്ടി. സംഭവം എന്തോന്നറിയുമോ, വേണ്ട നമുക്ക് കൃഷി ചെയ്യാനാണ്. കണ്ടില്ലേ ഇങ്ങനെ ഞെക്കിക്കൊടുത്താൽ ഈ പച്ച പുല്ലില്ലേ അത് പോയി കിട്ടും. അങ്ങനെ ഈ വഴിയുണ്ട് ഹോയിഡ് തീരാറായി. തൽക്കാലം സ്വാഡ് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് പോവാം. മറ്റേമാരൊക്കെ എന്ത് ചെയ്യുക, സോംബിയും ക്രീപ്പറും ഒക്കെ. ഇതേ ഒരു കോഴി നിൽക്കുന്നു. കോഴിയെ അല്ലെങ്കിൽ വേണ്ട, കോഴിയെ രാത്രി പോയി പിടിക്കാം. രാവിലെ പോയി പിടിച്ചൊരു വൈബ് കിട്ടത്തില്ലേ. ഇനിയും കുറച്ച് അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷൻ ആവാം. മീനല്ലേ വേറെന്താ സാധനം. വെള്ളത്തിൻ്റെ അടി വെച്ച് പൈപ്പ് ചാവടാ അടയന്മാര് ചത്തു. അല്ല, ഫാസ്റ്റ് തന്നെ നമ്മൾ പ്രോ പ്ലെയർ ആവും. എൻ്റെ അടുത്താണ് നമുക്കിനിയും ഇനി നമുക്കൊരു വീട് വെക്കണം ഗൈസ്. വീട് പക്ഷേ വീട് വെക്കാൻ കോബിൾ സ്റ്റോണ്, സാധാ സ്റ്റോണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. അതൊന്നും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, നമുക്ക് പിന്നെ കുറേ ചെസ്റ്റ് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറേ ടൂൾസൊക്കെ ഉണ്ട്. ടൂൾസല്ല, സാധനങ്ങൾ അതൊക്കെ ഉണ്ടാക്കണം. അതായത് ഞാനിപ്പോൾ പോകുന്നത് സ്റ്റോൺ മൈൻ ചെയ്യാനാണ്. സ്റ്റോൺ മൈനിങ്ങിന് പോവുകയാണ് ഞാൻ. സ്റ്റോണിൻ്റെ ടൂൾസ് ആകുമ്പോൾ കുറേ നാൾ നിൽക്കും, പെട്ടെന്ന് പൊട്ടില്ല. ഈ വുഡിൻ്റെ പെട്ടെന്ന് പൊട്ടും. ഓക്കെ ഇതിൻ്റെ അടിയിലൊരു കുഴിയുണ്ട്, അതിനകത്ത് ചാടുന്നില്ല. ചാടിയാൽ പെട്ടു, വഴി അറിഞ്ഞില്ലെങ്കിൽ പെട്ടു. അവിടെ സ്റ്റോൺ നമുക്ക് പെട്ടെന്ന് മൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പിക്കാക്സ് വെച്ച്. സ്റ്റോൺ എടുക്കാം നമുക്ക്. സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് ഈ സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കണം ഗൈസ്. എന്നാലേ നമുക്ക് കുറേ നാളായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് കുറേ നാൾ നിൽക്കും. എന്നാലേ ഉമ്മാരുടെ അടുത്തൊക്കെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റോൺ മൈനിങ് ഈ സ്റ്റോൺസ് എല്ലാം വെട്ടിയെടുക്കണം. നമ്മുടെ പിക്കാക്സ് ഇപ്പോൾ ഒടിയും. ആസില്ല, നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വേറൊരു വുഡിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീണ്ടും സ്റ്റോൺ മൈൻ ചെയ്യാം. ഈ ഗോൾഡിൻ്റെ ഡയമണ്ടിൻ്റെ ഒക്കെ പിക്കാക്സ് ഉണ്ട്, അതൊക്കെ എൻ്റെ മോനെ ഒരാഴ്ച വരെയൊക്കെ നിൽക്കും. ഭയങ്കര പവറാണ് സാധനം. പക്ഷെ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗോൾഡ് മൈനൊക്കെ ചെയ്യണം. നമ്മളിപ്പോൾ അത്രയൊന്നും വളർന്നിട്ടില്ല, ഇത് തുടങ്ങിയതേ ഉള്ളൂ വേൾഡ്. സോ നമുക്ക് ഈ പിക്കാക്സ് ഒടിയുന്നിടം വരെ വെട്ടാം. കുറച്ച് സ്റ്റോൺ വേണം നമുക്ക്. രാത്രിയാവുന്നുണ്ട്, സീനില്ല. സ്വാഡുള്ളതുകൊണ്ട് സീനില്ല. പിക്കാക്സ് ഇപ്പോൾ ഒടിയും, ഏകദേശം തീരാറായി. സാരമില്ല, ഇത് ഒടിയുന്ന വരെ നമുക്ക് വെട്ടാം. ശരിക്കും മൈൻക്രാഫ്റ്റ് ബാക്കി സർവൈവൽ ഗെയിംസിൻ്റെ കൂട്ടുള്ള ഒരു വേറെ ഫീലാണ്. സോ ഇതിൻ്റെ ബാക്കി പാർട്സ് ഞാൻ ഇന്നായിരിക്കും. നമുക്കിത് വെട്ടാം. രാത്രിയാവുന്നടാ. 29 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പം. കാര്യമില്ല, വെട്ടാം. സ്റ്റോൺ വേണം, സ്റ്റോൺ ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. ഇനി നമുക്ക് സ്റ്റോൺ വെച്ചുള്ള ടൂൾസൊക്കെ ഉണ്ടാക്കണം. പക്ഷേ അതിന് മുമ്പ് ഇപ്പം ഈ കിട്ടിയ ടൂൾസൊക്കെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻവെൻട്രി വെക്കാം. 33 സ്റ്റോൺ ആയിട്ടുണ്ട്. സ്റ്റോൺ തന്നെയല്ലേ ഞാൻ വെട്ടുന്നത്. സ്റ്റോൺ തന്നെ ആയിരിക്കും. ഈ സ്റ്റോൺ വെട്ടണം. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോൺ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ വിസാഡ് ഇയാൾ വല്ലതും ചെയ്യുമോ? എടാ അയാൾ അമ്പ് വിട്ടടാ, നല്ല പട്ടി തല്ലിക്കൊല്ലും ഞാൻ.
എടാ 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 ഇയാള് സീന ഓടിക്കോ ഓട് ചത്തു. പൊന്നം. എടാ എൻ്റെ ടൂൾസ് എല്ലാം പോയടാ. ഗൈസ് നിങ്ങൾ നോക്കൂ, എൻ്റെ ടൂൾസ് എല്ലാം പോയി കിട്ടി. ഗൈസ് ഇനി ഞാൻ എന്ത് ചെയ്യും? സോ ഇന്നത്തെ പാർട്ട് ഇത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം നമ്മൾ കറക്റ്റായിട്ട് കളിക്കും. അടുത്ത പ്രാവശ്യം വിക്കിനെ കൊന്നിരിക്കും ഗൈസ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഗൈസ് അടുത്ത വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. സോ നമുക്ക് മെയിനായിട്ട് പറ്റിയ പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ആർമറൊന്നും ബിൽഡ് ചെയ്തില്ല. ആർമർ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആർമർ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ഹെൽത്ത് പോകത്തില്ല. സോ അതേണ്ട എൻ്റെ അപ്പുറത്തൊരു ക്രീപ്പർ നിൽപ്പുണ്ട്. സോ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ആർമറൊക്കെ ഉണ്ടാക്കി ഗെയിം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. ആ പന്നെ വിച്ച് കൊന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം പോയി. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്ത പാർട്ടിൽ കാണാം. ടാറ്റാ.